ഹായ് മക്കളെ, AK ആണ്. എടാ നാളെ എക്സാമിനേഷൻ ആണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഞാനും ശ്രീമത് സാറും ഒരു കലക്കാൻ വരുന്നുണ്ട്. എല്ലാവരും വരണം കേട്ടോ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പഠിക്കാം. ഇത് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ആണ്, അതുകൊണ്ട് അത് പറയാൻ കാരണം ഈ ഉപകരണം ഏതെന്നാ ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചില ആൾക്കാർ മാത്രം തെറ്റിക്കും. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. നോക്കൂ, ഈ ഉപകരണം സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഇതെന്താണ്? ഇതൊരു മോട്ടോറാണ്. എന്തുകൊണ്ടാണ് മോട്ടോർ ആയത്? ഇവിടെ നമ്മൾ വൈദ്യുതി കൊടുക്കുകയാണ്. മോട്ടോർ എന്താ ചെയ്യുക? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുക ചെയ്യുക. ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജിയാണ്. അതേ സമയത്ത് ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ആണെന്ന് വിചാരിക്കും. ഗാൽവനോമീറ്റർ ആണെങ്കിൽ ഇതെന്താണ്? ഇതൊരു ജനറേറ്റർ ആണ്. മനസ്സിലായല്ലോ? സോ ഈ ഭാഗം ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്. ഇത് ജനറേറ്റർ ആണോ അല്ലെങ്കിൽ മോട്ടോറാണോ എന്ന് തീരുമാനിക്കേണ്ടത്. സോ ഇതെന്താണ്? ഇതൊരു മോട്ടോറാണ്. ഇവിടുത്തെ രണ്ടാമത്തെ ചോദ്യം കുറച്ചുകൂടി സിമ്പിളായ ചോദ്യമാണെങ്കിലും ചില കുട്ടിയെ കൺഫ്യൂഷനാണ്. എന്ന ചോദ്യം ഇതേ രീതിയിൽ ആർമേച്ചറിൽ കൂടി വൈദ്യുതി കടന്നു പോവാണ്. അപ്പൊ എങ്ങനെയാ പോകുന്നത് നോക്കൂതാ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് B1 എയിലെത്തി ബിയിലേക്ക് പോയി സിയിൽ നിന്നും ഡിയിലേക്ക് വന്നു. ഇങ്ങനെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. സോ ഇവിടെ വൈദ്യുതി ആർമേച്ചറിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കടന്നുപോയി എന്താ സംഭവിക്കുക? ഈ ആർമേച്ചർ ഉറപ്പായിട്ടും കറങ്ങും. ശരിയല്ലേ? അങ്ങനെ എങ്ങോട്ട് കറങ്ങുന്ന ചോദ്യം. എതിര് ഘടികാര ദിശയാണോ അല്ലെങ്കിൽ ഘടികാര ദിശയാണോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചിത്രം കൃത്യമായിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമല്ലോ. വേണ്ട, നിങ്ങൾ മൊബൈൽ ഫോണിലല്ലേ കണ്ടുകൊണ്ടിരിക്കണേ. എന്തായാലും നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ അത് അങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ തന്നെ പറയണം, ഇവിടെ A എന്ന പോയിന്റും B എന്ന പോയിന്റും നമ്മുടെ കയ്യിലുണ്ട്. ശരിയല്ലേ? ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മിറർ ഇമേജ് ആയിട്ടാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ നോക്കേണ്ട, ചിത്രത്തിലേക്ക് നോക്കുക. ചിത്രത്തിലേക്ക് നോക്കൂ, ഈ ഫിഗറിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഞാൻ കൈ പിടിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും മിറർ ഇമേജ് ആണ് കിട്ടുക. മനസ്സിലാവുന്നു വിചാരിക്കുന്നു. സോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടതുഭാഗത്ത് നോർത്ത് പോളും വലതുഭാഗത്ത് സൗത്ത് പോളും ആണല്ലോ. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നോർത്ത് പോൾ, നിങ്ങളുടെ വലതുഭാഗത്ത് സൗത്ത് പോൾ. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ശേഷം നിങ്ങൾ വെറുതെ നിങ്ങളുടെ കയ്യിലൊരു പേന ഉണ്ടെന്ന് വിചാരിക്കുക. ആ പേന നിങ്ങൾ പിടിച്ചേ. ആ പേന നോക്കൂ, AB എന്ന് പറയുന്ന ഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ A ഏതാണ്? A എന്ന് പറയുന്ന പോയിന്റ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോയിന്റ് ആണോ അല്ലെങ്കിൽ മുമ്പിലുള്ള പോയിന്റ് ആണോ? അതായത് പേനയുടെ നിങ്ങളിതാ മൂക്കിൽ നിന്ന് മുട്ടിച്ചേ ആ ഒരു പേന, ആ മുട്ടിച്ച ഭാഗം A ആണ്. ക്ലിയർ ആണോ? അപ്പൊ എയിൽ നിന്നും ബിയിലേക്കാണ് എന്ത് പോകുന്നത്? കറണ്ട് പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മോട്ടോർ തത്വപ്രകാരമാണ് മോട്ടോർ പ്രവർത്തിക്കെങ്കിലും അല്ലെ, മോട്ടോർ പ്രിൻസിപ്പിൾ ആണെങ്കിലും മോട്ടോർ പ്രിൻസിപ്പിളിന്റെ മറ്റൊരു പേരാണെന്ത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇടത് കൈയാണ്. സോ ലെഫ്റ്റിൽ ഒരു F ഉണ്ട് മക്കളെ. എന്താ ഉള്ളത്? F എന്ന് പറഞ്ഞാൽ ബലമാണ് അല്ലെ, ബലം. ആ ബലത്തിന്റെ ദിശയിൽ ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക? നമ്മുടെ ആർമേച്ചർ കറങ്ങുക. റൈറ്റ് ആണെന്ന് പല ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും. അവരോട് പറയാനുള്ള കാര്യത്തിലുള്ളൂ, റൈറ്റിൽ ഒരു I ഉണ്ട്. I എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് ആണ്. ഇനി മറക്കരുത്, റൈറ്റ് ഹാൻഡ് റൂള്, വലത് കൈ നിയമം, കറണ്ടിന്റെ ദിശ കാണാൻ, വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ എന്താ? ലെഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് കറണ്ട് പോകുന്നത്? നിങ്ങളുടെ മൂക്കിന്റെ മുമ്പിൽ നിന്ന് മുമ്പോട്ടേക്കല്ലേ കറണ്ട് പോകുന്നത്? ആണ് അല്ലേ? നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എവിടെയാണ് നോർത്ത് പോൾ? ഇടത് കൈൻ്റെ ഭാഗത്ത് നോർത്ത്, വലത് കൈൻ്റെ ഭാഗത്ത് സൗത്ത്. സോ നിങ്ങൾ എങ്ങനെ പിടിക്കണം? നിങ്ങളുടെ ചൂണ്ടുവിരൽ എന്താ ചൂണ്ടുവിരൽ കാണിക്കുന്നത്? 4 ഫിംഗർ ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അത് എങ്ങോട്ട് പിടിക്കണം? ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പിടിക്കണം. പിടിച്ചോ, വേഗം പിടിക്കി. എന്നെ നോക്കണ്ട, നിങ്ങൾ ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ മാത്രം ഫോളോ ചെയ്താൽ മതി. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പിടിച്ചോ. ഓക്കെ. ശേഷം എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കണം. അത് എങ്ങോട്ടേക്കാ? നിങ്ങളുടെ മുമ്പിന്ന് അല്ലേ മൊബൈലിനുള്ളിലേക്ക്, അല്ലേ മൊബൈലിനുള്ളിലേക്കാ, മുമ്പോട്ടേക്കാണ്. അപ്പോൾ കറണ്ട് എങ്ങോട്ട് പിടിക്കണം? മുമ്പോട്ട് പിടിക്കണം. അങ്ങനെ പിടിക്കുമ്പോൾ നേരെ തിരിഞ്ഞു വരും കേട്ടോ. സോ മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ് നിങ്ങളുടെ മുമ്പോട്ടേക്കാണ്. ബലം എങ്ങോട്ടേക്കാണ്? AB സൈഡിൽ താഴോട്ടേക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ നേരെ താഴോട്ടേക്കാണെന്ത്? ബലം വരുന്നത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? BC സൈഡ് നോക്കാം. BC സൈഡിൽ ബലം ഉണ്ടാവില്ല. there is no force is induced on there because of why? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും ഡയറക്ഷൻ ഓഫ് കറന്റും എന്താണ്? സെയിം ആണ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യനാ.
ഓക്കെ, സോ പഠിക്കേണ്ടതുണ്ട് ബലത്തിൻ്റെ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും. ഒന്നുകൂടി പറയാം, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയും സമാന്തരമായാൽ എന്തുണ്ടാവില്ല? അവിടെ ബലം ഉണ്ടാവില്ല. അതായത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറന്റ് ആർ പാരലൽ ഓർ ആൻറ്റി പാരലൽ. ദർ ഇസ് നോ ഫോഴ്സ് ഇസ് ഇൻഡ്യൂസ്ഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. ഓക്കെ ആണോ? സോ അത് പഠിച്ചു വെക്കുക കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ശ്രദ്ധിച്ചോളൂ മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സി ഡി. സി ഡി എന്ന് പറയുമ്പോൾ എങ്ങനെയാ? നിങ്ങൾ സെയിം ഒരു പേൻ എടുത്ത് പിടിക്കൂ, എന്നിട്ട് സിയും ഡിയുടെ എന്ന് കണ്ടുപിടിച്ചേ. ഇതാണ് ഡി, ഇതാണ് സി. ഇപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് കറണ്ട് വരുന്നത്? സിയിൽ നിന്ന് ഡിയിലേക്ക്. അപ്പം നമ്മുടെ അടുത്തേക്ക് കറണ്ട് വരുന്നത് അല്ലേ? ഒന്നും ചെയ്യാനില്ല. 4 ഫിംഗർ എങ്ങോട്ട് പിടിക്കണം? വലതുഭാഗത്തേക്ക്. അങ്ങോട്ടേക്കല്ലേ, നോർത്ത് സൗത്തിലേക്കല്ലേ കറണ്ട് പോകുന്നത്? സോറി, കാന്തിക മണ്ഡലം പോകുന്നത്, മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങളുടെ അടുത്തേക്കാണ് ഇപ്പോൾ കറണ്ട് വരുന്നത്. അപ്പോൾ ബലം എങ്ങോട്ടേക്കാണ്? ഫോഴ്സ് മുകളിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഗത്തു നിന്ന് മുകളിലേക്കും ഈ ഭാഗത്ത് താഴോട്ടേക്കും ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഇറ്റ് വിൽ റൊട്ടേറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ. ഇതെന്ത് ഡയറക്ഷനാണ്? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. എതിര് ഘടികാര ദിശയാണ് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഈ രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ച് ചെയ്താലും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ആൻസർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. സോ ഓക്കെ എന്ന് വിചാരിക്കുന്നു. സോ കൃത്യമായിട്ട് പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെ തന്നെ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? വൈകുന്നേരം 7 മണിക്ക് പഠിക്കാം. ബൈ.